ഇത്തവണയും ആടിവേടനെത്തി. പഴയ സങ്കല്പങ്ങളും ആചാരങ്ങളുമെല്ലാം നാട്ടിൻപുറങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെന്ന അപൂർവ കാഴ്ച കൂടിയാണ് വേടൻപാട്ട്. നാദാപുരം നെട്ടൂർ ദേശത്ത് നിന്ന് കലിദോഷം അകറ്റാൻ പാടിയെത്തിയ വേടനെ വിശ്വാസികൾ ഭക്തിയോടെ സ്വീകരിച്ചു. മിഥുനമാസം പെയ്തു തീരുന്ന ദിനമാണ് വേടൻ വീടുകളിലെത്തുക. ചുവന്ന ഷാളണിഞ്ഞ് കയ്യിൽ വാദ്യവുമായാണ് വീടുകളിലെ കലിദോഷമകറ്റാനും ഐശ്വര്യം പകരാനും വേടനെത്തുന്നത്. പാശുപതാസ്ത്രം നൽകുന്നതിന് മുൻപ് അർജുനന്റെ കഴിവ് പരിശോധിക്കാൻ പരമശിവൻ കാട്ടാളവേഷം ധരിച്ചെത്തുന്നതാണ് വേടൻപാട്ടിന്റെ ഐതിഹ്യം. മലയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഇതിന്റെ അവകാശം. വീട്ടുകാർ നിലവിളക്ക് കത്തിച്ച് വേടനെ സ്വീകരിക്കും. നാക്കിലയിൽ നാഴിയിൽ അരിയും കിണ്ടിയിൽ വെള്ളവും വെക്കും. ചുവന്ന ഗുരുതിയും തയ്യാറാക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടുകാർ നിലവിളക്കും നിറനായും ചുവന്ന കുരിശി വെച്ച് സ്വീകരിക്കും. പാട്ടിന് ശേഷം ഗുരുതി ആരതി ഒഴിഞ്ഞ് വടക്ക് ഭാഗത്ത് ഒഴിക്കുന്നതോടെ വീട്ടിലെ ദോഷം തീർന്നുവെന്നാണ് പറയുക. കർക്കിടക മാസം പിറന്നാൽ കാകലിപ്പാട്ടുമായാണ് വീടുകൾ കയറുക. കലിയെ അകറ്റാനാണ് ഈ വരവും. അപ്പോൾ പാട്ട് മാറും. ഉത്തര മലബാറിൽ കുട്ടികൾ തെയ്യക്കോലം കെട്ടിയും വേടൻ പാട്ട് ചടങ്ങുകൾ നടത്താറുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.